മഹിമയെഴും പരമേശ പാഹി മാം യേശു മഹേശ. മഹിമയെഴും പരമേശ പാഹി മാം യേശു മഹേശ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇളകിക്കൊണ്ടിരിക്കുന്ന, ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും ഭരണകർത്താക്കളും ഉള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഇളകാത്തതും നിലനിൽക്കുന്നതുമായ ചിലത് ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പാറയായ ക്രിസ്തുവിന്മേൽ പണിതൊക്കെയും നിലനിൽക്കും. അവ ഏതൊക്കെ എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. ഒന്ന്, ദൈവസിംഹാസനം ഒരിക്കലും ഇളകില്ല. തിരുവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. സങ്കീർത്തനം 45:6, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു, നിൻ്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ ആകുന്നു. വിലാപങ്ങൾ 5:19, യഹോവേ, നീ ശാശ്വതനായും നിൻ്റെ സിംഹാസനം തലമുറ തലമുറയായും നിൽക്കുന്നു. 104 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ അപ്രമേയ മഹത്വത്തെപ്പറ്റി പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. 104, 1-4 വരെ. ഒരു ദൈവ പൈതലിന് എന്നും പ്രത്യാശയും സമാധാനവും നൽകുന്ന വചനങ്ങളാണ് ഇവ. ലോകത്തിലെ ഭരണാധികാരികളും ഭരണകൂടങ്ങളും എല്ലാം മാറും, എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്തവനും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനുമായവനാണ് നമ്മുടെ കർത്താവ്. നിത്യനായ ഈ ദൈവം നമ്മുടെ അഭയകേന്ദ്രവും നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാകുന്നു. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. ഈ ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് നമ്മുടെ വിശ്വാസയാത്ര തുടരാം. 2, ദൈവവചനം ഒരിക്കലും മാറിപ്പോകില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി അനേക വാഗ്ദത്തങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അവയിൽ ഒന്നിനു പോലും ഇതുവരെയും തെറ്റ് പറ്റിയിട്ടില്ല. ഇനി ഒന്നും തന്നെ തെറ്റുകയുമില്ല. മത്തായി 24:35 വായിക്കുന്നത്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവത്തിൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല എന്ന. നാം ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും, എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും, അവയ്ക്കെല്ലാം പരിഹാരം കണ്ടെത്തുവാനുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ തിരുവചനത്തിലുണ്ട്. നാം വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വസിക്കുന്ന ഏവനും ദൈവവചനം തങ്ങളുടെ രക്ഷയ്ക്കായി ദൈവശക്തിയായി രൂപാന്തരപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു. എബ്രായർ 4:12. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് ആവർത്തനം 8:3 പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. എബ്രായർ 1:3. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 19 സങ്കീർത്തനം 105 വാക്യം. നമ്മുടെ ജീവിതയാത്രയിൽ നേരായ വഴി കാണിച്ച് നമ്മെ മുൻപോട്ട് നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം മാത്രമാണ് നമുക്ക് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നത്. ദൈവവചനത്തിൽ കൂടി മാത്രമേ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകൂ. വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത്. 3, ഒരു ദൈവ പൈതലിന് ഇളക്കം സംഭവിക്കില്ല. ഒരു ദൈവ പൈതലിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിൽ നിന്നും വേർതിരിക്കുവാൻ ഒന്നിനും കഴിയില്ല. റോമർ 8:37 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന്
നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല. യോഹന്നാൻ 10:28 പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. യോഹന്നാൻ 2:17. പ്രതികൂലങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിലാണ് ഇന്ന് വിശ്വാസികൾ ദൈവപൈതൽ ജീവിക്കുന്നത്. എങ്കിലും ദൈവപൈതലിനെ തൊടുവാൻ ഇവയ്ക്കൊന്നിനും കഴിയില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് കൽപ്പനയും വാങ്ങിക്കൊണ്ട ശൗൽ ദമസ്കോസിലേക്ക് പോയത്. വിശ്വാസികളെ ഇല്ലാതാക്കുവാൻ പോയ ശൗലിനെ ദൈവം പിടിച്ചു, അവനെ രൂപാന്തരപ്പെടുത്തി പൗലോസാക്കി. അവൻ ലോകത്തെ കീഴ്മേൽ മറിച്ചു. ദൈവപൈതലിനെ തൊടുവാൻ ശത്രു വിറയ്ക്കും. അതുകൊണ്ട് ഇളകാത്ത രാജ്യം പ്രാപിപ്പാനായി ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തിന് പ്രസാദം വരുമാർ അധ്വാനിക്കാം. എബ്രായർ 12:28. കർത്താവേ, ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നെ മുറുകെ പിടിച്ച് ഇളക്കമില്ലാത്തവനായി നിൽപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. നിൻമുഖ കാന്തി എൻ മ്ലാനത നീക്കും, നിൻമുഖ കാന്തി എൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃതവചനം ഖിന്നതയാകവെ പോക്കും, നിൻ മധുരാമൃതവചനം ഖിന്നതയാകവെ പോക്കും. മഹിമയെഴും പരമേശ പാഹി മാം യേശു മഹേശ. ക്രൂശിലെ രക്തമെൻ ജീവനാധാരമേ, ക്രൂശിലെ രക്തമെൻ ജീവനാധാരമേ, നാശലോകം വെടിഞ്ഞോടാം ആശയോടെ യേശുവെ നേടാം, നാശലോകം വെടിഞ്ഞോടാം ആശയോടെ യേശുവെ നേടാം. മഹിമയെഴും പരമേശ പാഹി മാം യേശു മഹേശ. മഹിമയെഴും പരമേശ പാഹി മാം യേശു മഹേശ.